യേശുക്രിസ്തുവിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏലിയാസ് ലീവ മൂശാകാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ച സഭമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ദൈവം എല്ലാ മനുഷ്യർക്കും നന്മതിന്മകളെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് തന്നിട്ടുണ്ടെന്നും എല്ലാവരും കൽപ്പനകൾ അനുസരിച്ച് നന്മ ചെയ്യണമെന്നും എന്നാൽ വഴിതെറ്റിയവരെ ദൈവം സഹായിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ മുൻകൈ എടുക്കുന്നുവെന്നും ആത്മാവിൻ്റെ ഫലങ്ങളാൽ ജഡമോഹങ്ങളെ കീഴ്പ്പെടുത്തി വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിമോചനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. യേശുവിനെ തൊട്ട സ്ത്രീയുടെയും യേശു തൊട്ട പെൺകുട്ടിയുടെയും മാറിമറിഞ്ഞ ജീവിതങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന വിശുദ്ധ ലൂക്കയുടെ സുവിശേഷ ഭാഗം സ്പർശത്തിൻ്റെ ആത്മീയതയും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനിവാര്യതയും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. നിയമപ്രകാരം സ്പർശനത്തിലൂടെ തന്നെ അശുദ്ധനാക്കുന്ന 2 വ്യക്തികളാണ് രക്തസ്രാവക്കാരി സ്ത്രീയും മരിച്ച പെൺകുട്ടിയും. എന്നാൽ അവരെ സ്പർശിക്കുന്നത് മൂലം യേശു വ്യക്തമാക്കുന്നത് നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളവനല്ല എന്നത് തന്നെയാണ്. യേശു നല്ല സമരക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ അവനെ ശ്രവിച്ച എല്ലാവരും ഒന്നടങ്കം ആ ഉപമയിലെ പുരോഹിതനെയും ലേവായനെയും ഒരുപോലെ കുറ്റക്കാരനായി കണ്ടപ്പോൾ വാസ്തവത്തിൽ അവർ നിയമം പാലിച്ചു, അതുകൊണ്ട് അവനെ സഹായിച്ചില്ല എന്നതാണ് സത്യം. എന്നാൽ യേശു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിയമത്തെ മറികടന്ന് അതിനെതിരെ പ്രവർത്തിക്കേണ്ട ചില അത്യാഹിത സാഹചര്യങ്ങളിൽ അത് മനുഷ്യൻ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മനുഷ്യന് സാധിക്കണം എന്ന് തന്നെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ റോഡരികെ അപകടത്തിൽപ്പെട്ട് അത്യാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ പാലിക്കേണ്ട ബാധ്യതയില്ല എന്ന് ചുരുക്കം. എൻ്റെ സ്നേഹ സഹായ സ്പർശം അത് ആവശ്യമുള്ള വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്തിൽ തന്നെ നൽകാൻ നമുക്ക് കടമയുണ്ട്. അഗതികളെ സ്വീകരിക്കുക, അഭയാർത്ഥികളെ സ്വീകരിക്കുക എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം പല വിമർശനങ്ങൾക്കും അദ്ദേഹത്തെ ഇരയാക്കി. എന്നിരുന്നാലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയില്ല. കാരണം അർഹിക്കുന്നവൻ അത് തൻ്റെ ശത്രു തന്നെ ആയാലും അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന സഹായം നൽകണമെന്നുള്ള യേശുനാഥൻ്റെ മൊഴികളെ പിന്തുടർന്ന യഥാർത്ഥ ശിഷ്യനായതുകൊണ്ട് തന്നെയാണ്. രണ്ടാമതായി ഇന്നത്തെ സുവിശേഷം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. തനിക്ക് രക്തസ്രാവം ഉള്ളതുകൊണ്ട് തന്നെ അശുദ്ധിയായി കാണുകയും തന്മൂലം സമൂഹ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരുന്നിട്ടും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നുള്ള അവളുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ആൾത്തിരക്കിനിടയിലൂടെ അവൾ യേശുവിനെ സമീപിച്ചത്. സിനഗോഗ് അധികാരിയായിരുന്നിട്ടും യേശുവിലൂടെ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജൈറോസ് യേശുവിൻ്റെ കാൽക്കൽവിനെ അപേക്ഷിക്കുന്നു. ഈ ഇരുവരുടെയും വിശ്വാസവും വിശ്വാസ പ്രഖ്യാപനവും കണ്ട് യേശുവിനെ പ്രവർത്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതാവുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് അവൻ അറിഞ്ഞില്ല എന്ന് നാം വായിക്കുന്നു. പലവിധ ആവശ്യങ്ങൾക്കായി പലരും അവൻ്റെ ചുറ്റും കൂടി തിക്കുതിരക്കുണ്ടായിട്ടും അതിൽ രക്തസ്രാവക്കാരി സ്ത്രീ മാത്രം സൗഖ്യപ്പെട്ടത് അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ട് തന്നെയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്ന ഈ യുഗത്തിൽ ദൈവത്തിൽ നിന്ന് രോഗസൗഖ്യം നേടിയെടുത്ത രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം നമുക്കൊരു മാതൃകയും നമ്മുടെ ആത്മശോധനയ്ക്ക് ഒരു അളവുകോലുമാവട്ടെ. ഭക്തസംഘടനയുടെ ബാഡ്ജ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ പോവാനും കുർബാനയ്ക്കിടയിൽ തലയിലിടുന്ന സ്കാർഫ് ഉപയോഗിക്കാനും ഒക്കെ മടി കാണിക്കുന്ന കുട്ടികൾ തുടങ്ങി വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായ തിരുനാൾ പ്രദർശനങ്ങൾ, കൊന്ത റാലികളിൽ മുത്തുകുടയോ കൊന്തയോ കത്തിച്ച മെഴുതിരിയോ പിടിച്ച് പങ്കെടുക്കുവാൻ മടിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴം അളക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യാനി എന്ന ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ എക്സ്ട്രാ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ക്രിസ്ത്യൻ അല്ല എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയ നമ്മുടെ യുവതലമുറയുടെ വിശ്വാസം നമ്മെ അമ്പരിപ്പിക്കുന്നു. വിശ്വാസം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാതൃക നമ്മെ സഹായിക്കട്ടെ. അവരുടെ പ്രാർത്ഥന നമുക്ക് ശക്തി തരട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.